ബാലശിക്ഷയുടെ പ്രയോജനത്തെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കാം. നിന്റെ മകനെ ശിക്ഷിക്ക, അവൻ നിനക്ക് ആശ്വാസമായി തീരും. അവൻ നിന്റെ മനസ്സിന് പ്രമോദം വരുത്തും. സദൃശവാക്യങ്ങൾ 29:17. ഒരു കുട്ടി ജനിച്ചാൽ, ആണായാലും പെണ്ണായാലും, അതിനെ വളർത്തണം. അത് വളരുകയല്ല, വളർത്തുകയാണ്. എങ്ങനെയാ വളർത്തേണ്ടത് എന്ന് തിരുവെഴുത്തിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: കർത്താവിൻ്റെ പഥ്യോപദേശത്തിലും ബാലശിക്ഷയിലും പോറ്റി വളർത്തണം. കർത്താവിൻ്റെ ബാലശിക്ഷയിലും പഥ്യോപദേശത്തിലും. അപ്പോൾ മാതാപിതാക്കളുടെ ഉത്തരവാദിത്വം വ്യക്തമല്ലേ? പിതാക്കന്മാരെ, നിങ്ങളുടെ മക്കളെ കോപിപ്പിക്കാതെ കർത്താവിൻ്റെ ബാലശിക്ഷയിലും പഥ്യോപദേശത്തിലും പോറ്റി വളർത്തുവീൻ. എഫേസ്യർ 6:4. കർത്താവിൻ്റെ ബാലശിക്ഷയിലും പഥ്യോപദേശത്തിലും പോറ്റി വളർത്തണം എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് ശിക്ഷ കൊടുക്കണം. ബാലശിക്ഷ, അതിനകത്ത് ശിക്ഷയുമുണ്ട്, ശിക്ഷണവുമുണ്ട്. എന്ന് പറഞ്ഞാൽ ചോറുമുണ്ട്, ചൊല്ലുമുണ്ട്, വടിയുമുണ്ട്, സ്നേഹവുമുണ്ട്. അങ്ങനെ വളർത്തിയാൽ മക്കൾ എന്തായിത്തീരും? മക്കൾ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിക്കും. ഈ മക്കൾക്ക് ദീർഘായുസ്സുണ്ടാകും, അവർക്ക് നന്മയുണ്ടാവും. നന്മയുള്ള മക്കൾ, ദീർഘായുസ്സുള്ള മക്കൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായാൽ നമ്മുടെ സമൂഹം നന്നാകുകയല്ലേ? നന്മയുള്ള മക്കൾ, ദീർഘായുസ്സുള്ള മക്കൾ നമ്മുടെ സമൂഹത്തിലുണ്ടായാൽ നമ്മുടെ സമൂഹം ലോകരാജ്യങ്ങളുടെ കൂട്ടത്തിൽ നമ്പർ 1 ആവും. ഒരു സംശയം വേണ്ട. ദീർഘായുസ്, ആരോഗ്യത്തോടെ 100 കൊല്ലം ജീവിക്കുന്ന മക്കൾ, നന്മയുള്ള മക്കൾ, സമ്പത്തും സൗകര്യങ്ങളും സൽസ്വഭാവവും, ഇതൊക്കെ നന്മയ്ക്കകത്തുള്ളതാണ്. നന്മയുള്ള മക്കൾ, ദീർഘായുസ്സുള്ള മക്കൾ. നന്മയ്ക്കകത്ത് സമ്പത്തുണ്ട്, സ്വഭാവശുദ്ധിയുണ്ട്. ഇതെല്ലാം കൂടിയുള്ള തലമുറ വരട്ടെ. അങ്ങനെ 1000 വീട്ടിൽ നിന്ന് അങ്ങനെയുള്ള മക്കൾ വരട്ടെ. അവരൊരിക്കലും കൈക്കൂലി മേടിക്കുകയില്ല. അവരൊരിക്കലും ഒരു ഓഫീസിലെ പേപ്പർ വൈകിപ്പിക്കത്തില്ല. അവരൊരിക്കലും ബസ്സിൽ കയറി വരുന്ന യാത്രക്കാരെ ഉപദ്രവിക്കത്തില്ല. റെയിൽവേ സ്റ്റേഷനിൽ അഴിമതി കാണിക്കത്തില്ല. ഹോട്ടലിൽ മായം ചേർക്കത്തില്ല. ഹോട്ടൽ ബിസിനസ് വളരെ നല്ലതാണ്. കാരണം വിശന്ന് വരുന്നവർക്ക് രുചികരമായ ഭക്ഷണം കൊടുക്കുന്നത് നല്ലൊരു കാര്യമാണ്. പക്ഷെ അതിനകത്ത് മായം ചേർത്താലോ, വഞ്ചന കാണിച്ച എന്ത് കഷ്ടം. ഇതൊക്കെയല്ലേ നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ മക്കളെ ബാലശിക്ഷയിൽ വളർത്തണം. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞെന്ന് തോന്നുന്നു, എൻ്റെ മോൻ കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പപ്പായും മമ്മിയും ഇവിടെ വരുമ്പോൾ ഒരു ചൂരലും കൂടെ കൊണ്ടുവരണം എന്ന് പറഞ്ഞാൽ അവൻ മറ്റൊരു രാജ്യത്ത് ജോലിയിലാണ്. അവനൊരു കുഞ്ഞാവയുണ്ട്, 2 വയസ്സായി. അവൻ പറയാ ഒരു വടി കൊണ്ടുവരണം. ഞാൻ പറഞ്ഞു, നീ ഇപ്പോഴേ വടി ചോദിച്ചോ? നിന്നെയൊക്കെ എന്തോരം തല്ലേണ്ടി വന്നിട്ടുണ്ടെന്ന് അറിയാമോ? പക്ഷെ എൻ്റെ മോനെ ഞാൻ തല്ലിയിട്ടില്ല. പറഞ്ഞു മനസ്സിലാക്കേണ്ടി വന്നിട്ടുണ്ട് പല കാര്യങ്ങളും. ഇപ്പോഴും പറഞ്ഞാൽ മനസ്സിലാവും. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണ്?
വേണ്ടി വന്നാൽ ഒരടി കൊടുക്കാനും നമ്മൾ തയ്യാറായിരിക്കണം. പക്ഷെ അതിനൊരു ലെവലുണ്ട്, പരിധിയുണ്ട്. അതെന്താണെന്നറിയാമോ? എഫേസ്യർ 6:4 കർത്താവിൻ്റെ ബാലശിക്ഷ. എന്തുവാ? എന്നെ ഈ പ്രായം വരെ കർത്താവ് ശിക്ഷിച്ച ആ ലെവലിൽ കൂടുതൽ ശിക്ഷിക്കരുത്. കർത്താവിൻ്റെ ബാലശിക്ഷ. പോത്തിനെ തല്ലുന്നത് പോലെ, പാമ്പിനെ തല്ലുന്നത് പോലെ, പോലീസ് സ്റ്റേഷനിലെ മർദ്ദനം പോലെ കുട്ടികളോട് ചെയ്യുന്നവരുണ്ട്. അത് ക്രിമിനൽ കുറ്റമാണ്. ബൈബിൾ അനുവദിക്കുന്ന ശിക്ഷ മക്കൾക്ക് കൊടുക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കും. ഈ സന്ദേശങ്ങൾ തുടർച്ചയായി നിങ്ങൾക്ക് ലഭിക്കുവാൻ ഞങ്ങളുടെ വാട്സപ്പും ഫേസ്ബുക്കും ഫോളോ ചെയ്യുക.